എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് +2 റിസൾട്ടിൻ്റെ മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാം, നിങ്ങളുടെ റിസൾട്ട് വരുന്നത് 1200 മാർക്കിലാണ്, അതായത് 2 വർഷത്തെ ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 വർഷത്തെ ടോട്ടൽ മാർക്ക് ഈ ഒരു രീതിയിലാണ് 1200 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങളുടെ റിസൾട്ട് കണ്ടുപിടിക്കാം എന്ന്, അതായത് ഒരു മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് റിസൾട്ട് വരിക. അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക് ഉണ്ടാവും, സെക്കൻഡ് ഇയറിലെ മാർക്ക് ഉണ്ടാവും, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ ഉണ്ടാവും, അതുപോലെ ടോട്ടൽ മാർക്കിന് ലഭിച്ച ഗ്രേഡ് ഉണ്ടാവും. ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു റിസൾട്ടിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും ഗ്രാൻഡ് ടോട്ടൽ ആയിരുന്നാലും അതിന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് CE മാർക്ക് എത്രയാണ്, അതുപോലെ TE മാർക്ക് എത്രയാണ്, ഗ്രേസ് മാർക്ക് എത്രയാണ്, ടോട്ടൽ എത്രയാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെയും CE മാർക്ക് എത്രയാണ്, PE മാർക്ക് എത്രയാണ്, TE എത്രയാണ്, GM എത്രയാണ്, ടോട്ടൽ എത്രയാണ്, അതുപോലെ ഈ ഒരു ഗ്രാൻഡ് ടോട്ടലിലും CE മാർക്ക്, PE മാർക്ക്, TE മാർക്ക്, GM ടോട്ടൽ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ CE എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്, അതായത് നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇവയൊക്കെ ചെയ്തതിന് ലഭിക്കുന്ന മാർക്കാണ് CE മാർക്ക്. TE എന്ന് പറയുമ്പോൾ ടെർമിനൽ ഇവാലുവേഷൻ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കാണ് TE മാർക്ക്. അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്കാണ്, അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേസ് മാർക്കാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ എക്സ്ട്രാ ആയിട്ട് PE എന്ന് പറഞ്ഞുകൊണ്ടാണ്. PE എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ, അതായത് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ മാർക്കാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ ചില വിദ്യാർത്ഥികൾക്ക് ചില കോമ്പിനേഷൻസിന് മാത്രമേ ഉള്ളൂ, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള വിഭാഗങ്ങൾക്കും മാത്രമാണ് ഈ ഒരു പ്രാക്ടിക്കൽ സാധാരണത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് മാർക്ക് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഗ്രാൻഡ് ടോട്ടലിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ആകെ നിങ്ങൾക്ക് CE, PE, TE, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക്, അങ്ങനെ എത്ര കിട്ടി എന്നുള്ളത് ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് എത്ര മാർക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കിട്ടിയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനും കിട്ടിയിട്ടുള്ള മാർക്കിനെയും കൂട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 150, 200, 164, അതുപോലെ തന്നെ 173, അതുപോലെ 174, 163 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു കാൽക്കുലേറ്റർ എടുത്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതിയിട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അതായത് എല്ലാ സബ്ജക്റ്റുകളുടെ ആകെ മാർക്കിനെയും ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക, അതായത് ഒരു കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഇതിനെ ടോട്ടലായിട്ട് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു സംഖ്യ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാനിപ്പോൾ അതിനെ ടോട്ടൽ മാർക്ക് എന്ന് ജസ്റ്റ് ഞാൻ പേര് കൊടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഒബ്റ്റൈൻഡ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാം, അതായത് ടോട്ടൽ ഒബ്റ്റൈൻഡ് മാർക്ക്, അതായത് നിങ്ങൾക്ക് നേടിയിട്ടുള്ള ആകെ മാർക്ക് എന്ന് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ടോട്ടലായിട്ട് നിങ്ങൾ എത്ര മാർക്ക് നേടി എന്നുള്ളത് കൃത്യമായിട്ട് ആകെ, അതായത് ഗ്രാൻഡ് ടോട്ടലിലെ ഈ ഒരു ടോട്ടലിനെ ടോട്ടലായിട്ട് കൂട്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ട് കിട്ടിയ മാർക്കിനെ അതായത് ജസ്റ്റ് ചെയ്ത് വെക്കുക, എഴുതിയിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും. അപ്പോൾ ആ ഒരു സംഖ്യയെ നിങ്ങൾ ചെയ്യേണ്ടത് 1200 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആകെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1200 മാർക്കാണ് ആകെ മാർക്ക് എന്നത് ഉള്ളത്. അപ്പോൾ ആകെ മാർക്ക് അതായത് 1200 മാർക്കാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 1200 മാർക്ക് തന്നെ, അതായത് ഇവിടെ കൂട്ടിയ സമയത്ത് 1200 തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. ഞാനിത് കൂട്ടിയിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു അസ്യൂം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ടോട്ടലിൽ ആകെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ആകെ മാർക്ക് 1200 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1200 ആണെങ്കിൽ 1200നെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് ഏകദേശം, അതായത് 1200 ആകുമ്പോൾ എക്സ്ട്രാ 2 0 കൂടി വരും. അപ്പോൾ ഈ ഒരു സംഖ്യയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സംഖ്യ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ മാർക്ക്, അതായത് ഈ ഒരു ആകെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 1200 ആണെന്ന് അറിയാം. അപ്പോൾ 1200 കൊണ്ട് നിങ്ങൾ ഇതിനെ ഹരിക്കുക. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 1200 മാർക്കാണ് ആകെ കിട്ടിയിട്ടുള്ളത്, അതായത് 1200ൽ 1200 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിയുടെ മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിളായതുകൊണ്ടാണ് ജസ്റ്റ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് 1200 മാർക്കിൽ 1200 കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ മാർക്കിനെ 100% കൺവേർട്ട് ചെയ്യാനായിട്ട് 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 100 കൊണ്ട് ഗുണിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആകെ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണോ, അതായത് ടോട്ടൽ മാർക്ക്
എന്ന് പറയുമ്പോൾ 1200 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 1200 മാർക്കിനെ കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഹരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 100 എന്നുള്ളത് തന്നെയാണ് കിട്ടുക. അതായത് ഈ ഒരു 100 എന്നുള്ളത് തന്നെയാണ് കിട്ടുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 എന്നുള്ള ആൻസറാണ് കിട്ടുക. അതായത് 100% എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയുള്ളത് 1200 അല്ല, പകരം ഒരു 1000 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 1000 മാർക്കാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് 1000 ഇൻറ്റു 100 ഹരിക്കണം 1200. ആകെ സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഹരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക്, ആകെ ടോട്ടലായിട്ട് ഗ്രാൻഡ് ടോട്ടലിൽ കിട്ടിയിട്ടുള്ള ആകെ മാർക്കിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ആ ഒരു ആൻസറിനെ 1200 കൊണ്ട് ഹരിക്കുക. ഹരിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.